ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഡൊണാൾഡ് ട്രംപിനോട് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഞങ്ങളെ അടിക്കാൻ പോവുകയാണ്, രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സകല കുറ്റങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കാലിൽ പാകിസ്ഥാൻ വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ആശങ്ക വർദ്ധിച്ചു വരുന്നതിനിടെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ അസീഫ് ഇക്കാര്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ആണവ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധ സാധ്യതയെക്കുറിച്ച് ലോകം ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇടപെടണം എന്നും ഖവാജ ആസിഫ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. ലോകശക്തികളെ നയിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചു. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നലെ വരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തിയ പാകിസ്ഥാൻ, ഷിംല കരാർ റദ്ദാക്കിയ പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ അതേപടി യാതൊരു അർത്ഥമില്ലെങ്കിലും വീണ്ടും അവിടെ നിന്നും ആവർത്തിച്ച പാകിസ്ഥാൻ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കാലിൽ ചെന്ന് വീണിരിക്കുന്നു. ട്രംപ് ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ 28 നിരപരാധികളായിട്ടുള്ള തീർത്ഥാടകരാണ് മരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവർ കൊല്ലപ്പെട്ട ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ സകലതും അമേരിക്കയോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് പറഞ്ഞത് നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അതിന്റെ കൂടെ അമേരിക്ക നിൽക്കുമെന്നുള്ളതാണ്. യാതൊരുവിധ സോഫ്റ്റ് കോൺട്രും പാകിസ്ഥാനോട് കാണിക്കേണ്ടതില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിനിടയിൽ അമേരിക്കയുടെ ഒരു എയർഫോഴ്സ് പ്ലെയിന് ജയ്പൂരിൽ പറന്നിറങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ കിടുകിട വിറയ്ക്കുകയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇന്ത്യയുടെ ആരോപണങ്ങളെ പാകിസ്ഥാനാണ് ഇതിനു പിന്നിലെന്ന ഇന്ത്യയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഖ്വാജ ആസിഫ് ഇന്ത്യ ഈ സംഭവം നടത്തിയത് വ്യാജമായ ഒരു ഫ്ലാഗ് ഓപ്പറേഷന് കീഴിലാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇരുപക്ഷവും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും നയതന്ത്ര ശ്രമങ്ങൾക്കുമിടയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഖ്വാജ വീമ്പിളക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇന്ത്യ സ്വീകരിക്കുന്ന ഏതൊരു നടപടിക്കും ഞങ്ങൾ അതേ ഭാഷയിൽ പ്രതികരിക്കുമെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്, ഞങ്ങളെ രക്ഷിക്കണം എന്നൊരു വാക്കുകൂടി ഖ്വാജ അസീഫ് ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു. ഒരു സമഗ്ര യുദ്ധം ഉണ്ടായാൽ തീർച്ചയായും വലിയ രീതിയിൽ അതൊരു സംഘർഷത്തിലേക്ക് പോകും എന്നുള്ള കാര്യവും ഇപ്പോൾ ഖ്വാജ ആസിഫ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു. ട്രംപ് ഇടപെടണമെന്ന് പറഞ്ഞതിന് വില പോലും കൽപ്പിക്കാതെ ഖ്വാജ ആസിഫിനെ അവിടെ നിന്ന് മോട്ടിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.